കേരള രാജ്യാന്തര ചലച്ചിത്രമേള ശ്രദ്ധേയമാകുന്നത് അതിൽ പ്രദർശിപ്പിക്കുന്ന ചിത്രങ്ങളുടെ പ്രമേയത്തിലൂടെയാണ്. സമത്വവും അതിജീവനവും പ്രമേയമാക്കിയ മേള പ്രേക്ഷക പങ്കാളിത്തത്തോടെ മുന്നേറുകയാണ്. റിപ്പോർട്ടിലേക്ക്. ഓരോ ജീവിതവും ഓരോ പോരാട്ടമാണ്. ആ പോരാട്ടങ്ങളിൽ നിന്നും ഊർജം ഉൾക്കൊണ്ട് അതിജീവിച്ച് മുന്നേറുന്നവർക്കുള്ള ഒരു ആദരമാണ് ഇത്തവണത്തെ അന്താരാഷ്ട്ര ചലച്ചിത്രമേള. സിനിമയെന്നാൽ വിനോദം മാത്രമല്ല, ദേശഭാഷാ ഭേദങ്ങൾക്കുമപ്പുറം അത് രാഷ്ട്രീയത്തിന്റെയും മനുഷ്യജീവിതത്തിന്റെയും അതിജീവന പോരാട്ടങ്ങളുടെയും അടയാളപ്പെടുത്തലാണ്. ലോക സിനിമയിലെ സ്ത്രീ സാന്നിധ്യങ്ങളെ ആദരിക്കാനും അടയാളപ്പെടുത്താനുമുള്ള വേദിയായാണ് ഇത്തവണത്തെ ചലച്ചിത്രമേള ചരിത്രത്തിൽ ഇടം പിടിക്കാനൊരുങ്ങുന്നത്. ഏറ്റവും വലിയൊരു സവിശേഷത ഇത്തവണ നമുക്ക് പറയാൻ പറ്റുന്നത്, ഇതൊരു സ്ത്രീകളുടെ വലിയ പ്രാധാന്യം നമ്മൾ അടയാളപ്പെടുത്തുന്ന ഒന്നാണ്. ലോക സിനിമയിൽ വലിയ സ്ത്രീ സാന്നിധ്യങ്ങൾ, വലിയ പ്രതിഭകളുടെ സാന്നിധ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജൂറി ചെയർപേഴ്സണായിട്ട് വരുന്നത് ഫ്രഞ്ച് സിനിമയിലെ ഒരു ലോകപ്രശസ്തയായ ക്യാമറ വുമണാണ്. ആഗ്നസ് ഗുദാർഡ് എന്ന് പറഞ്ഞ് അവരാണ് ഇതിന്റെ ജൂറി ചെയർപേഴ്സൺ. സമൂഹത്തിലെ അനീതികൾക്കെതിരെയും അസമത്വങ്ങൾക്കെതിരെയും സിനിമയെ പ്രതിരോധമാക്കിയ ചലച്ചിത്ര പ്രതിഭകൾക്ക് മലയാളി സമൂഹം നൽകുന്ന ആദരവാണ് ഇത്തവണത്തെ ചലച്ചിത്രമേള. സ്ത്രീപക്ഷത്ത് നിന്ന് സിനിമ എടുക്കുക, സ്ത്രീയായാലും പുരുഷനായാലും സ്ത്രീയുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവളുടെ വികാര വിചാരങ്ങളെ അതേപടി സ്വാംശീകരിച്ച് അല്ലെങ്കിൽ ഒപ്പിയെടുത്ത് അത് സിനിമയിലേക്ക് പകർത്തുക എന്നുള്ള വളരെ എളുപ്പമുള്ള ഒരു കാര്യമൊന്നുമില്ല. പക്ഷെ അതാണ് ഈ പല സിനിമകളും ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് വളരെ ഇതായിട്ട് തന്നെ എന്താ പറയണ്ടേ, ഈ സ്ത്രീപക്ഷം എന്ന് പറയുമ്പോഴത്തേക്കും സ്ത്രീയുടെ വിജയം എന്ന് പറയുമ്പോൾ അതിജീവനം എന്നൊരു വളരെ പ്രധാനപ്പെട്ട ഘടകമുണ്ട്. അത് വളരെ കൃത്യമായി എടുക്കുന്ന സിനിമകളാണ്. ഇപ്പോൾ സീഡ് ഓഫ് ദ സീക്രട്ട് ഫിഗ് ആയാലും ശരി, ഇപ്പോൾ മെമ്മറീസ് ഓഫ് ദ ബ്രോക്കൺ എന്നുള്ള ആ പടമൊക്കെ തന്നെയും ആ ഒരു സ്ത്രീയുടെ അതിജീവനം എന്നുള്ള ഒരു കോൺസെപ്റ്റിനെ മനോഹരമായി അവതരിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. വലിയ പ്രതിരോധങ്ങൾ മറികടന്ന് മുന്നിലേക്ക് എത്തിയവർ നമുക്ക് വലിയൊരു മാതൃക തന്നെയാണ് തുറന്നിടുന്നത്. അതിജീവനം എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ട്രൈ ചെയ്ത് നമ്മൾ അങ്ങനെയുള്ള ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ അതിന് ഫേസ് ചെയ്ത് നമ്മളത് ട്രൈ ചെയ്ത് വിൻ ചെയ്യുകയാണ്. അത് ശരിക്കും ആ ഒരു ഫീലിംഗ് ഒരു ഡിഫറെൻറ്റ് തന്നെയാണ്. അതിന് സന്തോഷം ഫീൽ ചെയ്യും. ശരിക്കും ആൾക്കാരിലേക്ക് എത്താൻ പറ്റുമ്പോൾ ഒരു ഇൻക്ലൂസീവായിട്ടുള്ള ഒരു സിറ്റുവേഷൻ എല്ലാവർക്കും കൊടുക്കുന്നത്. വേറെ ഒരു ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ എല്ലാ ആൾക്കാരെയും ഇൻക്ലൂഡ് ചെയ്യുമ്പോഴാണ് അത് ഫുള്ളായിട്ട് ഒരു കംപ്ലീറ്റ് ആയിട്ടൊരു ഫീലിംഗ് ഉണ്ടാകുന്നത്. മലയാള സിനിമയുടെ ആദ്യ നായിക PK റോസിയുടെ ജീവിതം IFFK 2024 സിഗ്നേച്ചർ ഫിലിം പ്രമേയത്തിൽ ഉൾപ്പെടുത്തിയതിൽ തുടങ്ങുന്നു സ്ത്രീയുടെ അതിജീവന കഥകൾ. 2024 ഒരു കൺസെപ്റ്റ് ആ സിനിമകളിലുടനീളം കാണുന്നുണ്ട്. പ്രതിസന്ധികളിൽ തളരാതെ അതിനെ അതിജീവിച്ച് മുന്നേറാനുള്ള വലിയ ഓർമ്മപ്പെടുത്തൽ. ആഗോളതലത്തിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളും അതിൽ നിന്ന് അതിജീവിച്ചവരുടെ കഥകളും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇത്തവണത്തെ രാജ്യാന്തര ചലച്ചിത്രമേള വലിയൊരു മാതൃകയാണ് നമുക്ക് മുന്നിൽ തുറന്നിട്ടിരിക്കുന്നത്. ക്യാമറമാൻ സത്യരാജിനൊപ്പം അരുണിമ കൃഷ്ണൻ, ദൂരദർശൻ ന്യൂസ്, തിരുവനന്തപുരം.